ശ്യാമാംബര സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡില് അരുണും വസുന്ധരാമയും ആദ്യമൊക്കെ ഇറങ്ങാൻ നേരം ചോദിക്കും, ശ്യാമ എവിടെ? അമൃത പറയും, പൂജാ റൂമിലാ. എപ്പോ വരും? ആദ്യം പറയും, കോടതിയില് നമുക്ക് തന്നെ വിജയം കിട്ടണമെന്ന് ശ്യാമ പൂജാമുറിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുക. അരുൺ പറയും, എന്തൊക്കെ പറഞ്ഞാലും ഐശ്വര്യ എനിക്ക് അത്രയ്ക്ക് വിശ്വാസം പോരാ. കോടതിയിൽ ജയിക്കാൻ വേണ്ടി എന്ത് തറവേലയും കാണിക്കും ഐശ്വര്യ. ആദ്യം പറയും, ഇനി എന്ത് കാണിക്കാനാ? കാറിന്റെ ബ്രേക്ക് അഴിച്ചു വെച്ച് മനഃപൂർവ്വം അമ്മയെ കൊല്ലാൻ നോക്കിയതാണെന്ന് നമുക്ക് കോടതിയിൽ തെളിയിക്കാൻ പറ്റും. CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ ഐശ്വര്യക്കെതിരെയുള്ള എല്ലാ തെളിവുകളും നമ്മുടെ കയ്യിലുണ്ട്. അരുൺ പറയും, കാര്യമൊക്കെ ശരിയാ, പക്ഷെ ഐശ്വര്യ എങ്ങനെയും ജയിക്കാൻ നോക്കും. ആദ്യം പറയും, അത് നമ്മുടെ വക്കീലിന്റെ മിടുക്ക് പോലെ ഇരിക്കും. വസുന്ധര പറയും, തെളിവെല്ലാം ഐശ്വര്യക്കെതിരെയാണ്. ഈ കേസിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരിക്കലും ഐശ്വര്യക്കാവില്ല. ആദ്യം പറയും, ശരിയാ, ഈ കേസില് വിധി വന്നു കഴിഞ്ഞാൽ പിന്നെ ശിക്ഷ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അരുണുമായിട്ടുള്ള ഡിവോഴ്സ് എളുപ്പമാകും. താമസിക്കുന്ന വീട്ടിലെ ആളെ കൊല്ലാൻ നോക്കിയതിന് കോടതി ശിക്ഷ എന്തായാലും കൊടുക്കും. അപ്പോഴേക്കും ശ്യാമയും അങ്ങോട്ട് വരും. അമ്മയെ പോവാം, ഇനി വൈകിക്കണ്ട. വസുന്ധര പറയും, മോള് കണ്ണനെ ശരിക്കും പ്രാർത്ഥിച്ചല്ലോ, അപ്പൊ നമുക്ക് വിജയം ഉറപ്പല്ലേ? ശ്യാമ പറയും, അതെ അമ്മേ, ഞാൻ പ്രാർത്ഥിച്ചു. കണ്ണൻ നമ്മളെ കൈവിടില്ല. എന്നാ പിന്നെ നമുക്ക് ഇറങ്ങാം, പോയിട്ട് വരാം എന്ന് പറഞ്ഞ ശേഷം അവർ 4 പേരും അവിടെ നിന്ന് ഇറങ്ങാം. അമൃത അശ്വതിയോട് എല്ലാം ശരിയാവുമെന്ന് ഇങ്ങനെ പറയാം. ശേഷം കാണിക്കുന്നത് കോടതിയിലാണ്. അവിടെ ആനന്ദ നിലയത്തിലുള്ളവരും അതുപോലെ ഐശ്വര്യയും എത്തിയിട്ടുണ്ട്. അങ്ങനെ അവിടെ കാര്യങ്ങളൊക്കെ തുടങ്ങാണ്. വക്കീല് പറയും, ഈ നിൽക്കുന്ന ഐശ്വര്യ ആനന്ദ നിലയത്തിലെ അരുണിന്റെ ഭാര്യയാണ്. ആനന്ദ നിലയത്തിൽ വസുന്ധരയ്ക്കൊപ്പം തന്നെയാ ഐശ്വര്യയും താമസിക്കുന്നത്. കേസിന് ആസ്പദമായ ദിവസം രാവിലെ 10 മണിക്ക് വസുന്ധരാമയും കൊച്ചുമകളും യാത്രയ്ക്ക് പുറപ്പെടുന്നതിന് മുമ്പ് കൃത്യം നടത്തുകയായിരുന്നു. അവര് പോകുന്ന വിവരം മുൻകൂട്ടി അറിഞ്ഞ പ്രതി വർക്ക്ഷോപ്പിൽ നിന്ന് മെക്കാനിക്കിനെ വരുത്തുകയും കാറിന്റെ ബ്രേക്ക് മനഃപൂർവ്വം ഇളക്കി വെച്ചു. മനഃപൂർവ്വം വസുന്ധരേനെയും പേരക്കുട്ടിയെയും കൊല്ലണമെന്ന് തന്നെയായിരുന്നു പ്രതിയുടെ ഈ പ്രവൃത്തിക്ക് പിന്നിൽ. പ്രതി ഐശ്വര്യ നിരന്തരമായിട്ട് ആ വീട്ടിലെ ഇത്തരം ചതിപ്രയോഗങ്ങൾ നടത്തിവരുന്ന ഒരാളാണ്. ആനന്ദ നിലയത്തിലെ പകുതി സ്വത്തും ശ്യാമ എന്ന ഇളയ മകളുടെ ജനിക്കാൻ പോകുന്ന കുഞ്ഞിന്റെ പേരിൽ എഴുതി വെക്കാനുള്ള തീരുമാനത്തിൽ ഐശ്വര്യ മുമ്പ് തന്നെ എതിർപ്പ് നിന്നിരുന്നു. ശ്യാമയെയും വയറ്റുള്ള കുഞ്ഞിനെയും കൊലപ്പെടുത്താനും ഐശ്വര്യ ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പോ വസുന്ധരയും പേരക്കുട്ടിയും ഭാഗ്യം കൊണ്ട് മാത്രമാണ് രക്ഷപ്പെട്ടത്. ആയതിനാൽ പ്രതി ഐശ്വര്യയ്ക്ക് ഇന്ത്യൻ നിയമപ്രകാരമുള്ള പരമാവധി ശിക്ഷ നൽകണമെന്ന് താഴ്മയായി അപേക്ഷിക്കുന്നു. ഐശ്വര്യ ഇതൊക്കെ കേട്ടിട്ടും രക്ഷണം മിണ്ടുന്നില്ല. ദാറ്റ്സ് ഓൾ യുവർ ഓണർ എന്ന് പറഞ്ഞ് അങ്ങനെ അവിടെ പോയിരിക്കും. ശേഷം ഐശ്വര്യയുടെ വക്കീൽ എഴുന്നേറ്റ് വരിക. ഐശ്വര്യ ആനന്ദ നിലയത്തിൽ ഭർത്താവ് അരുണിനോടൊപ്പമാണോ താമസം? ഐശ്വര്യ പറയും, അതെ, ഞങ്ങളവിടെ സ്നേഹത്തോടെ. അപ്പോഴേക്ക് വക്കീല് പറയും, നോ, കൂടുതൽ സംസാരം വേണ്ട, യെസ് ഓർ നോ. അരുണിനെ നോക്കിയിട്ട് ഐശ്വര്യ പറയും, യെസ്. ഈ സംഭവം നടന്ന ദിവസം ഐശ്വര്യ വീട്ടിലുണ്ടായിരുന്നോ? യെസ്. ഈ പറയുന്ന വസുന്ധരയോടോ ശ്രീകുട്ടിയോടോ മുൻവൈരാഗ്യം വല്ലതും ഉണ്ടായിരുന്നോ? അപ്പൊ ഐശ്വര്യ പറയും, നോ. ശ്യാമ എന്ന് പറയുന്ന അനിയന്റെ ഭാര്യയെ കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ടോ? അതിനും ഐശ്വര്യ, നോ, ഇല്ല. ഇതൊക്കെ കേട്ട് ശ്യാമയ്ക്കും എല്ലാവർക്കും ദേഷ്യം വരുന്നുണ്ട്. അങ്ങനെ വക്കീൽ വയ്ക്കും, വസുന്ധരയും പേരക്കുട്ടിയും സഞ്ചരിക്കാനിരുന്ന കാറിന്റെ ബ്രേക്ക് ഐശ്വര്യ എന്തിനാ ഇളക്കി വെച്ചത്? ഐശ്വര്യ പറയും, ഇല്ല, ഞാനത് ചെയ്തിട്ടില്ല. പിന്നെ ആരാ അത് ചെയ്തത്? ഐശ്വര്യ പറയും, അത് വർക്ക്ഷോപ്പിലൊരു പയ്യനാ. എന്തിനു വേണ്ടി? ഐശ്വര്യ പറയും, അറിയില്ല. കള്ളം പറയരുത്, CCTV ദൃശ്യങ്ങളിൽ ഐശ്വര്യയുടെ മുഖം വ്യക്തമാണ്. വർക്ക്ഷോപ്പ് മെക്കാനിക്കിനെ വിളിച്ചു വരുത്തിയത് ഐശ്വര്യ തന്നെയാ. എന്താ ശരിയല്ലേ? ഐശ്വര്യ പറയും, അത് പിന്നെ സത്യം പറയണം. അപ്പൊ ഐശ്വര്യ പറയും, ശരിയാ, ഞാനാണ്. എന്തിനു വേണ്ടി? മടിക്കാതെ സത്യം പറയൂ. അത് കാറിന്റെ ബ്രേക്ക് കംപ്ലൈന്റ് ആണെന്ന് എനിക്ക് മനസ്സിലായി. എങ്ങനെ? ഐശ്വര്യ പറയും, അത് പിന്നെ പുറത്തു പോവാൻ ഞാൻ കാർ എടുത്തതാ. സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് പോയപ്പോ ബ്രേക്ക് കിട്ടിയില്ല, ഒരുവിധം നിർത്താൻ പറ്റി, അങ്ങനെ മനസ്സിലായതാ. അപ്പോഴേക്കും ഒബ്ജക്ഷൻ പറയുമ്പോ ഒബ്ജക്ഷൻ ഓവർ റൂൾ എന്ന് പറയുമ്പോ ഐശ്വര്യയുടെ വക്കീല് പറയും, യുവർ ഓണർ, എന്റെ കക്ഷി ഐശ്വര്യ രാവിലെ കാർ യാത്രയ്ക്ക് പോയപ്പോ അവർക്ക് കാറിന്റെ ബ്രേക്ക് കംപ്ലൈന്റ് ആണെന്ന് മനസ്സിലായി. അങ്ങനെയാ വർക്ക്ഷോപ്പ് മെക്കാനിക്കിനെ വിളിച്ചു വരുത്തിയത്. ഇങ്ങനെ കള്ളം കേൾക്കുമ്പോ തന്നെ അരുണ് ദേഷ്യം വരുന്നുണ്ട്. വസുന്ധരാമയും ശ്യാമയൊക്കെ ഇങ്ങനെ ഞെട്ടലില് പരസ്പരം നോക്കുക. അങ്ങനെ വക്കീല് പറയും, എനിക്കിനി ഒരാളെ കൂടെ ചോദ്യം ചെയ്യാനുണ്ട്, മെക്കാനിക്കിന്. കോടതി അതിന് അനുവാദം കൊടുക്കുമ്പോ അയാളെ അടുത്ത ചോദ്യം ചെയ്യാം. ഐശ്വര്യ ഇപ്പൊ തന്നെ താൻ ജയിച്ചെന്നുള്ള മട്ടില് എല്ലാരെയും നോക്കി അവിടെ വന്നിരിക്കുക. അങ്ങനെ അയാളോട് വക്കീല് കാര്യം ചോദിക്കുക, ആര് പറഞ്ഞിട്ടാ താങ്കൾ കാറിന്റെ ബ്രേക്ക് അഴിച്ചു മാറ്റിയത്? അയാൾ ഐശ്വര്യനെ നോക്കുക, പറയൂ, ഈ ഐശ്വര്യ പറഞ്ഞിട്ടാണോ ബ്രേക്ക് അഴിച്ചു മാറ്റിയത്? പറയൂ, സത്യം പറയൂ. അങ്ങനെ അയാൾ പറയും, ആരും പറഞ്ഞിട്ടല്ല. പിന്നെ ആര് പറഞ്ഞിട്ടാ? വീണ്ടും ചോദിക്കുമ്പോ അയാൾ വീണ്ടും പറയും, ആരും പറഞ്ഞിട്ടല്ല, എനിക്ക് അബദ്ധം പറ്റിയതാ. ഇത് കേൾക്കുമ്പോ തന്നെ ഐശ്വര്യയും വക്കീലും നോക്കി ചിരിക്കുക. അങ്ങനെ വക്കീലോയ്ക്കും തെളിച്ചു പറയോ, ഞാൻ ബ്രേക്ക് ശരിയാക്കി, പക്ഷെ അതിന്റെ നെറ്റിടാൻ മറന്നുപോയി. ആരുടെയും പ്രേരണ കൊണ്ടോ നിർബന്ധം കൊണ്ടോ അല്ലല്ലോ അങ്ങനെ ചെയ്തത്. അങ്ങനെ അയാൾ പറയും, അല്ല, എന്റെ മറവി കൊണ്ടാ, ക്ഷമിക്കണം. ഇത് കേൾക്കുമ്പോ അരുണൊക്കെ അങ്ങ് ദേഷ്യം കൂടുകയാണ് ചെയ്യുന്നത്. ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നൊരു ഇതിലാണ് ശ്യാമയും വസുന്ധരാമയും ഒക്കെ ഇരിക്കുന്നത്.
അങ്ങനെ കോടതിയുടെ മുമ്പിൽ വക്കീല് പറയണേ, എന്റെ കക്ഷി ഐശ്വര്യ നിരപരാധിയാണ്. നല്ലൊരു പ്രവൃത്തി ചെയ്യാൻ ഒരുങ്ങിയത് ഐശ്വര്യ. ഈ മെക്കാനിക്കിന്റെ മറവി കാരണം സംഭവിച്ചു പോയത് ഇതെല്ലാം. കൂടാതെ എന്റെ കക്ഷി ഐശ്വര്യ ആനന്ദ നിലയത്തിലെ മാനസികമായും ശാരീരികമായും പീഡനങ്ങൾക്ക് ഇരയായിക്കൊണ്ടിരിക്കുക. എന്റെ കക്ഷി അരുണിനെ ഒഴിവാക്കി തന്റെ മകനെ കൊണ്ട് മറ്റൊരു വിവാഹം കഴിപ്പിക്കാൻ തയ്യാറെടുക്കുകയാണ് സുന്ദര. അതിനായി അശ്വതി എന്ന പെൺകുട്ടിയെയും അവരുടെ മകളെയും അവിടെ താമസിപ്പിച്ചിരിക്കുകയാണ്. വസുന്ധരയുടെ ഇളയ മകൾ ശ്യാമ അതിനെപ്പോഴും സപ്പോർട്ട് ചെയ്ത് നിൽക്കുകയാണ്. കക്ഷി ആനന്ദ നിലയത്തിൽ സ്വന്തം ജീവനെ പോലും ഭയന്നാ കഴിയുന്നത്. അതിനൊരു പരിഹാരം ഉണ്ടാക്കണമെന്നും എന്റെ കക്ഷിക്ക് നിയമപരമായ നീതി കിട്ടണമെന്നും താഴ്മയായി അപേക്ഷിക്കുന്നു. ദാറ്റ്സ് ഓൾ യുവർ ഓണർ. ഇതൊക്കെ കേൾക്കുമ്പോൾ ഐശ്വര്യക്ക് സന്തോഷാവും. എന്നാൽ ഇതെല്ലാം കേട്ട് ഞെട്ടി നിൽക്കുക ആദിയും അരുണും വസുന്ധരയും ശ്യാമയും ഒക്കെ. ഐശ്വര്യനെ വസുന്ധരമ്മ ദേഷ്യത്തിൽ അപ്പോഴും നോക്കണേ. അങ്ങനെ കോടതി പറയും, രണ്ട് ഭാഗവും കേട്ടതിനു ശേഷം പ്രതിയായ ഐശ്വര്യ തെറ്റ് ചെയ്തിട്ടില്ലെന്നും തെറ്റിദ്ധാരണയുടെ മേൽ കുറ്റം ആരോപിക്കപ്പെട്ടതാണെന്നും കോടതിക്ക് ബോധ്യമായിരിക്കുന്നു. മരുമകളായ ഐശ്വര്യയുടെ വസുന്ധരയും മറ്റു കുടുംബാംഗങ്ങളും സൗമ്യമായും സ്നേഹത്തോടെയും വളരെ മാന്യമായും പെരുമാറണമെന്ന് കോടതി വിധിക്കുന്നു. ഇതെല്ലാം കേട്ട് എല്ലാവരും ആകെ ഞെട്ടി നിൽക്കണേ. അവർക്ക് ഈ ഒരു വിധി ഉൾക്കൊള്ളാനേ ആയിട്ടില്ല. അരുണാണെങ്കിൽ എല്ലാം കൂടെ കേട്ട് പ്രാന്ത് പിടിച്ചിരിക്കുന്ന അവസ്ഥയിലായിട്ടുണ്ട്. അങ്ങനെ ഐശ്വര്യ ചിരിക്കുക. ശേഷം മനസ്സിൽ വിചാരിക്കും, കള്ളസാക്ഷി പറഞ്ഞതിന് ആ പയ്യന് കൊടുക്കാന്നേറ്റ തുക ഇനി ശ്യാമയുടെ കയ്യിൽ നിന്ന് സംഘടിപ്പിക്കണല്ലോ. വരട്ടെ നോക്കാം എന്ന് പറഞ്ഞിങ്ങനെ സന്തോഷിച്ച് ഇരിക്കുകയാണിപ്പോ. ശേഷം പിന്നീട് കാണിക്കുന്നത് ആനന്ദ നിലയത്തിലാണ്. അശ്വതി മനസ്സിൽ വിചാരിക്കും, ഇന്നെന്തായാലും ശ്യാമ തന്നെ ജയിക്കും. തെളിവുകളെല്ലാം നമുക്ക് അനുകൂലമാണല്ലോ. ഐശ്വര്യ ചെയ്തതിനുള്ള ശിക്ഷ എന്തായാലും ഐശ്വര്യക്ക് കിട്ടും എന്നൊക്കെയുള്ളൊരു പ്രതീക്ഷയിലാ അവിടെ അശ്വതി ഇരിക്കുന്നത്. അങ്ങനെ നിൽക്കുമ്പോഴേക്കും അരുണും വസുന്ധരാമയും എല്ലാവരും തിരികെ വീട്ടിലെത്താണ്. അശ്വതി ഓടിയെത്തും. കേസ് ജയിച്ചല്ലോ അമ്മേ എന്ന് നോക്കുമ്പോ ഒന്നും മിണ്ടുന്നില്ല. എല്ലാവരുടെയും മുഖത്തെ വിഷമം കാണുമ്പോൾ അശ്വതി ഇങ്ങനെ ഒരു ഞെട്ടലിൽ നിൽക്കുക. അമൃതയെ അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോഴേക്കും ആടി ജയിച്ചു എന്ന് പറഞ്ഞ ഐശ്വര്യ അങ്ങോട്ട് വരിക. നീ എന്തടി കരുതിയത്? കാറിന്റെ ബ്രേക്ക് അഴിച്ചു വെച്ച കുറ്റത്തിന് ശിക്ഷയും വാങ്ങിച്ച് ഞാൻ അങ്ങ് സെൻട്രൽ ജയിലിലാവുന്നോ? ഇതേ ഐശ്വര്യ, എനിക്ക് ബുദ്ധിയുണ്ട്. എന്തു വന്നാലും ഒടുവില് ഞാനേ ജയിക്കൂ. ദാ നിൽക്കുന്നു കോടതിയിൽ തൊറ്റ ശ്യാമ. വലിയ ബുദ്ധിശാലിയാണെന്നാ വിചാരം. ഇപ്പൊ മനസ്സിലായില്ലേ കൂടുതൽ ബുദ്ധി ശ്യാമയ്ക്കല്ല എനിക്കാണെന്ന്, ഈ ഐശ്വര്യക്കാണെന്ന്. അപ്പോഴേക്കും അരുണും അങ്ങോട്ട് വരികയാണേ. അങ്ങനെ ഐശ്വര്യക്കും, അയ്യോ അമ്മ എന്താ മിണ്ടാത്തത്? നാവിറങ്ങി പോയോ? അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് എന്നെ കൊല്ലും കുത്തുന്നൊക്കെ ഇങ്ങനെ പറയാറുണ്ടല്ലോ. എന്താ ഇപ്പൊ അങ്ങനെയൊന്നും ചെയ്യണ്ടേ? അല്ല ആദ്യമായിട്ടൊന്നും പറയുന്നില്ലല്ലോ. എപ്പോഴും ശ്യാമയുടെ പക്ഷമല്ലേ. ഇപ്പൊ പിന്നെന്താ ശ്യാമയുടെ ബുദ്ധിയെ പുകഴ്ത്താത്തത്? അരുണ നോക്കിട്ട് പറയും, ഹോ എന്റെ ഹസ്ബൻഡ് ആകെ തളർന്നു വാടിയല്ലോ. എന്തെങ്കിലും പറഞ്ഞ് നാവെടുക്കുന്നതിന് മുന്നേ എന്നെ തല്ലാൻ വരുന്നതാ. എന്താ എന്നെ ഇപ്പൊ തല്ലുന്നില്ലേ? എന്താ മിണ്ടാതെ നിൽക്കുന്നത്? തല്ല്, ഞാനിവിടെ നിൽക്കല്ലേ. ഒന്ന് തല്ലി നോക്ക്. അപ്പൊ കാണാം വീരശൂര പരാക്രമിയായ അരുൺ ജയിലിൽ കിടക്കുന്നത്. ഇനി നീയും എല്ലാവരും കേട്ടോ, കോടതി വിധിയെ എനിക്ക് അനുകൂല എന്ന് പറഞ്ഞ ഞാൻ വെറും പാവം നിരപരാധി. മനസ്സിലായോ? ഇവിടെ എല്ലാവരും എന്നോട് മാന്യമായിട്ട് പെരുമാറണമെന്നാ കോടതി വിധി. അതിന് വിരുദ്ധമായി ആര് ശബ്ദിച്ചാലും പിന്നെ ഞാൻ ക്ഷമിക്കില്ല. ആ നിമിഷം ഞാൻ വേണ്ടത് ചെയ്യും. എല്ലാരോടും കൂടിയാ ഞാൻ ഈ പറയുന്നത്. ശ്യാമയോട് പറയും, നീ എന്തിനും ഏതിനും കൂട്ടുപിടിക്കുന്നത് നിന്റെ കൃഷ്ണനെയല്ലേ? എന്റെ സ്വന്തം കണ്ണൻ എല്ലാം നടപ്പിലാക്കി തരുന്നല്ലേ നീ നാഴികയ്ക്ക് 40 വട്ടവും വീമ്പിളക്കുന്നത്? എന്നിട്ട് എവിടെടി നിന്റെ കണ്ണൻ? എവിടെ ആ കണ്ണൻ? എന്താ കോടതിയിൽ വല്ല വിലക്കും ഉണ്ടോ? ശ്യാമയ്ക്ക് ദേഷ്യം വരുന്നുണ്ട്. ദേ എന്റെ വിശ്വാസത്തിൽ തൊട്ട് കളിക്കരുത്. ഐശ്വര്യ പറയും, അതേടി. ഐശ്വര്യ പറയും, ഞാൻ നിന്നെ വെല്ലുവിളിക്കാം, ഉറപ്പായിട്ടും വെല്ലുവിളിക്കാം. നിനക്ക് ചുണയുണ്ടെങ്കിലേ, നീ ആരാധിക്കുന്ന കണ്ണനെ അത്രയ്ക്ക് ശക്തി ഉണ്ടെങ്കിലേ നിനക്ക് സമയണ്ടേ കേസ് വീണ്ടും മേൽക്കോടതിയിൽ കൊടുക്കാം. എന്നിട്ട് എന്നെ തോൽപ്പിക്കേ. നിന്റെ കണ്ണന്റെ ശക്തി ഞാനൊന്ന് കാണട്ടെ. ശ്യാമയ്ക്ക് എല്ലാം കൂടെ കേട്ട് ദേഷ്യം വരിക. വെല്ലുവിളിക്കാണോ? അതെടി, ഇവിടെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഞാൻ നിന്നെ വെല്ലുവിളിക്കാം. നീയും നിന്റെ കൃഷ്ണനും കൂടി എന്നെ അങ്ങ് തോൽപ്പിക്കേ. ശ്യാമ പറയും, എങ്കിൽ കേട്ടോ, എന്റെ കണ്ണനെ സാക്ഷി നിർത്തി ഞാൻ പറയാം. കേസല്ല, അരുണേട്ടനുമായിട്ടുള്ള ഡിവോഴ്സ് കേസിൽ നിങ്ങളെ ഞാൻ തോൽപ്പിക്കും. ഐശ്വര്യ പറയും, അതിന് ഡിവോഴ്സിന് ഞാനും കൂടെ സമ്മതിക്കണ്ടേ? സമ്മതിക്കും. എന്റെ കണ്ണൻ അതിനിട വരുത്തും. അരുണേട്ടനും അശ്വതി ചേച്ചിക്കും നീതി കിട്ടും. ഒടുവിൽ സത്യം ജയിക്കും. ആ കാണാം എന്ന് പറഞ്ഞ് ഐശ്വര്യ അവിടെ നിന്ന് പോവാ. അങ്ങനെ എല്ലാവരും വല്ലാത്ത വിഷമത്തിലെ ഈ വെല്ലുവിളിയൊക്കെ കേട്ട് ഇങ്ങനെ നിൽക്കുക. അപ്പൊ ഇന്നത്തെ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. താങ്ക്